Hi all friends, welcome to MTM Political Talk. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എല്ലാത്തിനെതിരെയും ഒരു പ്രസ്താവന നടത്തുക പതിവാണല്ലോ. എന്ത് വിഷയമാണെങ്കിലും അദ്ദേഹം അതിനെതിരെ ഒരു പ്രസ്താവന നടത്തിയിരിക്കും എന്നത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഇന്ന് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയാണ് ബ്രിക്സിനെതിരെ, ബ്രിക്സ് കൂട്ടായ്മക്കെതിരെ ഒരു പ്രതിഷേധം. അമേരിക്കക്കെതിരെ ആര് എന്ത് ചെയ്താലും 10% അധികം നികുതി ചുമത്തും എന്നാണ് US പ്രസിഡന്റിന്റെ ഇന്നത്തെ പ്രസ്താവന. ബ്രിക്സ് എന്നാൽ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഇതൊക്കെയാണ് ബ്രിക്സിലെ അംഗങ്ങൾ. ഈ രാജ്യങ്ങൾ ഈ കൂട്ടായ്മയുടെ ഭാഗമായി നടത്തുന്ന പ്രവർത്തനങ്ങൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അത്ര രസിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്ന് ഒരു പ്രസ്താവന നടത്തിയത്. ബ്രിക്സ് കൂട്ടായ്മയിൽ ഏത് രാജ്യങ്ങളൊക്കെയുണ്ടോ ആ രാജ്യങ്ങൾക്കൊക്കെ 10% അധിക തീരുവ ചുമത്തും എന്നാണ് US പ്രസിഡന്റിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. എന്നാൽ അതിനോട് ചൈനയുടെ വിദേശകാര്യ വക്താവ് പ്രതികരിച്ചത്, അങ്ങനെ ഒരു 10% തീരുവ ഏർപ്പെടുത്തിയത് കൊണ്ട് ആരും വിജയിക്കുന്നില്ല എന്ന ഒരു ഒളിയമ്പാണ് അദ്ദേഹം നടത്തിയത്. തീർച്ചയായും US പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എല്ലാ കാര്യത്തിലും പ്രതികരിക്കുന്ന ഒരു ശൈലിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്രിക്സ് കൂട്ടായ്മക്കെതിരെ ഇങ്ങനെ ഒരു പ്രതികരണം അദ്ദേഹം നടത്തി. അതിന്റെ യാഥാർത്ഥ്യം ഏതോ എന്നുള്ളതല്ല, ആ പ്രതികരണത്തിന്റെ ആവശ്യം ഇല്ലാത്ത സമയത്ത് ഒരു പ്രതികരണം എന്നതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. തിരുവായുധങ്ങളിൽ ആരും വിജയിക്കുന്നില്ലെന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന നയം കൊണ്ട് ഒരു വഴിയും തുറക്കുന്നില്ലെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോ അന്നിങ് പറഞ്ഞു. ഇതാണ് ആ വാർത്തയുടെ ട്രംപിന് കിട്ടിയ മറുപടിയെ സംബന്ധിച്ച് പറയാനുള്ളത്. രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തലിന്റെ ഭാഗമായി തീരുവകളെ ഉപയോഗിക്കുന്ന രീതിയെ മാവോ ശക്തമായി വിമർശിക്കുകയും ചെയ്തു. മാവോ എന്ന് പറഞ്ഞാൽ ചൈനയുടെ വിദേശകാര്യ വക്താവാണ്. തിരുവ ചുമത്തൽ ആർക്കും നേട്ടമുണ്ടാക്കില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. ബ്രിക്സിന്റെ അമേരിക്കൻ വിരുദ്ധ നയങ്ങളോട് സഖ്യം ചേരുന്ന ഏതൊരു രാജ്യത്തിനു മേലും 10% അധികം തിരുവ ചുമത്തുമെന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. എന്ന് പറഞ്ഞാൽ അമേരിക്കൻ വിരുദ്ധ നയം എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ബ്രിക്സ് എന്നാൽ അമേരിക്കൻ വിരുദ്ധ നയം എന്നതിൽ അർത്ഥമില്ല. ബ്രിക്സ് ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിൽ ഇന്ത്യയുണ്ട്, ചൈനയുണ്ട്, ബ്രസീലുണ്ട്, അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കയുണ്ട്. ഇതാണ് സ്ഥിരാംഗങ്ങൾ. ഇത് ഒരു അമേരിക്കൻ വിരുദ്ധ കൂട്ടായ്മ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതൊരു മറ്റൊരു കൂട്ടായ്മ. ആ കൂട്ടായ്മക്കെതിരെയാണ് ഇന്ന് അദ്ദേഹം പ്രസ്താവന നടത്തിയത്. ബ്രിക്സിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾക്കെല്ലാം അധികം 10% തീരുവ കൂട്ടും എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. അതിന് ചൈനയുടെ വിദേശകാര്യ വക്താവ് കൊടുത്ത മറുപടിയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. ഏതായാലും ഈ നയത്തിൽ നിന്ന് ആരെയും ഒഴിവാക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശക്തമായ ഒരു പ്രസ്താവനയാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. തന്റെ സ്വന്തം സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഇതിൽ യാതൊരു ന്യായീകരണവും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. വ്യാപാര യുദ്ധങ്ങൾക്ക് എങ്ങനെ ആഗോള സമ്പദ് വ്യവസ്ഥയെ മാന്ദ്യത്തിലേക്ക് തള്ളിയിടാനാകും എന്നതിനെ കുറിച്ച് ബ്രിക്സ് സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. ഈ പ്രസ്താവന ഇതാണ് ട്രംപിനെ കുപിതനാക്കിയത്. മാത്രമല്ല, ഇറാനെതിരെ നടന്ന അക്രമത്തെയും ബ്രിക്സ് കൂട്ടായ്മ അപലപിച്ചു. അതും അദ്ദേഹത്തിന് ഒരു തിരിച്ചടിയായിരിക്കുകയാണ്. ഇറാനെതിരെ അക്രമം നടത്തി അതിനെ ബ്രിക്സ് രാജ്യങ്ങൾ അപലപിച്ചു എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതൊരു മോശം അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് ട്രംപിന്റെ ഈ പ്രസ്താവന കൂടി ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടത്. അക്രമം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നായിരുന്നു ഇസ്രായേലിനെയും US-നെയും നേരിട്ട് പരാമർശിക്കാതെയുള്ള ബ്രിക്സിന്റെ അഭിപ്രായം. ഇതൊക്കെയാണ് ട്രംപിനെ ഇത്തരം പ്രസ്താവനകളിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ബ്രിക്സ് രാജ്യങ്ങൾക്കെല്ലാം ഇന്ത്യ, ബ്രസീൽ, ചൈന, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ എല്ലാ രാജ്യങ്ങൾക്കും 10% അധിക നികുതി ചുമത്തും എന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്ക്
ചൈന ഉടനെ തന്നെ അതിനൊരു മറുപടിയും നൽകി. എന്നായാലും അതിനൊന്നും വലിയ കാര്യമില്ല എന്നാണ് ചൈന അതിനെ പ്രതികരിച്ചത്. ഇതുകൊണ്ടൊന്നും ആരും വിജയിക്കില്ല എന്ന ഒരു ഒഴിയമ്പ് കൂടി അവർ നൽകുകയുണ്ടായി. ഏതായാലും ബ്രസീൽ ബ്രിക്സ് കൂട്ടായ്മക്കെതിരെ ട്രംപ് നടത്തിയ പ്രസ്താവനയും അതിന് ചൈന കൊടുത്ത മറുപടിയും ഒക്കെയായിരുന്നു ഇന്നത്തെ പ്രധാന അന്താരാഷ്ട്ര വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നത്. ഏതായാലും ബ്രിക്സ് കൂട്ടായ്മക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് നടത്തുന്ന ഈ പ്രസ്താവനയെ അത്ര ന്യായീകരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒരു കൂട്ടായ്മകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല രാഷ്ട്രങ്ങളും തമ്മിലുണ്ട്. അതിനൊക്കെ എല്ലാം യു എസിന്റെ അണ്ടറിലാവണം എന്ന US പ്രസിഡന്റിന്റെ പ്രസ്താവന ഒട്ടും ന്യായീകരിക്കാൻ ഉള്ളതുമില്ല. അത് അതിൻ്റെതായ കൂട്ടായ്മകൾക്ക് ഒരുപാട് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും വ്യത്യസ്ത കൂട്ടായ്മകൾ, വ്യത്യസ്ത രാജ്യങ്ങളുടെ കൂട്ടായ്മകളൊക്കെ വളർന്നു വരുന്നുണ്ട്, ഉണ്ട് താനും. അതിൻ്റെയൊക്കെ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും പല പലതായിരിക്കും. ഏതായാലും അതിനെല്ലാം ഒരു അമേരിക്കൻ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരണം എന്ന US പ്രസിഡന്റിന്റെ ഈ പ്രസ്താവനയോട് കൂടിയുള്ള അഭിപ്രായത്തോട് ലോകം അങ്ങനെ ഒട്ടും ആരും യോജിക്കാൻ സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെയാണ് ചൈന അതുമായി ബന്ധപ്പെട്ട് ഉടൻ ഒരു പ്രതികരണവും നടത്തിയത്. ഏതായാലും ഈ വിഷയത്തെക്കുറിച്ച് ഇനിയും കൂടുതൽ വിവരണങ്ങൾ വരേണ്ടതുണ്ട്. വരുന്ന മുറക്ക് നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിക്കുകയാണ്. ഈ വിഷയം ഇഷ്ടമായ താങ്കളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുവാനും ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. വീണ്ടും സന്ധിക്കും വരെ വണക്കം. നന്ദി.